മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം വിസ്ഡം ഫ്രം എബോവ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ഈ വചനധ്യാനത്തിൻ്റെ കുറിപ്പ് വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ദയവായിട്ട് നിങ്ങൾ അത് പരിശോധിക്കുക. ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ വിശദ വിവരങ്ങൾക്ക് യൂട്യൂബ് ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുക, ലിങ്കുകൾ ലഭ്യമാണ്. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് വചനം പഠിക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തെറ്റുകൾ നമുക്ക് തിരുത്താം. നമുക്ക് വചന പഠനത്തിനായി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. വിസ്ഡം ഫ്രം എബോവ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. വിദ്യാഭ്യാസത്തിലൂടെയാണ് മനുഷ്യൻ അറിവ് സമ്പാദിക്കുന്നത്, ജ്ഞാനം പ്രാപിക്കുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടെ പോകാൻ ഒരുങ്ങുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ ഒരുക്കി വളരെ പ്രാപ്തരാക്കി വിടുന്ന മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ ഒരു ഉദ്ധരണി ഉന്നയിച്ചുകൊണ്ട് വചനധ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. നെൽസൺ മണ്ടേല വർണ്ണവിവേചന സമരത്തിൻ്റെ പേരിൽ 27 വർഷം ജയിൽവാസം അനുഭവിച്ച ഒരു വ്യക്തിത്വമാണ് നെൽസൺ മണ്ടേല. ഈ 27 വർഷവും അദ്ദേഹത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ജയിലറയ്ക്കുള്ളിലും താൻ തൻ്റെ വിദ്യാഭ്യാസം തുടർന്നു എന്നുള്ളതാണ്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറിവിന് കൊടുത്ത പ്രാധാന്യം, ജ്ഞാനം സമ്പാദിക്കാൻ അദ്ദേഹം കൊടുത്ത പ്രാധാന്യം വളരെ വലുതാണ്. അദ്ദേഹം ഒരു ഉദ്ധരണി ഇങ്ങനെ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉദ്ധരണി ഇങ്ങനെയാണ്: എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുന്നു എന്ന് പറയുന്നത്, ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ്. വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ആ വിദ്യാഭ്യാസം കൊണ്ട് ലോകത്തെ മാറ്റാൻ കഴിയും. എത്ര മനോഹരമായ ഒരു ഉദ്ധരണിയാണത്. വിദ്യാഭ്യാസം ശക്തമായ ഒരു ആയുധമാണ്. ആ ആയുധം കൊണ്ട് മനുഷ്യന് ലോകത്തെ മാറ്റാൻ കഴിയും. വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങുന്ന, പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങുന്ന എല്ലാ മക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. പ്രിയ കുഞ്ഞുങ്ങളെ, നാം എന്താണ് പഠിക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഭൂതകാലത്തിൽ പുതുതായി കണ്ടെത്തിയ കാര്യങ്ങൾ, മനനം ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ ആർജിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അത് ശരിയായ രീതിയിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിലൂടെ പ്രാപിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുന്ന ഇന്നത്തെ വേദഭാഗം, ലേഖന വേദഭാഗം, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യാക്കോബ് 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവർ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. യാക്കോബ് തൻ്റെ ലേഖനം എഴുതുന്നത് പീഡന സമയത്താണ്. പീഡനങ്ങളുടെ നടുവിൽ ക്രിസ്ത്യാനികൾ പ്രായോഗിക ജീവിതത്തിൽ മുന്നോട്ട് വരണം എന്ന് ഒരു ഹൃദയശുദ്ധിയോടുകൂടെയാണ് യാക്കോബ് തൻ്റെ ലേഖനം രചിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ പ്രായോഗിക ജീവിതം എങ്ങനെയായിരിക്കണം? ശരിക്കും അതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. ഈ 2 വാക്യങ്ങൾ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവർ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. ഇന്നത്തെ വചനധ്യാനത്തിൽ ഞാൻ 4 വാക്കുകൾ, ആ വാക്കുകളിലൂടെ സന്ദേശം പകരാൻ താല്പര്യപ്പെടുകയാണ്.
ഒരു തിയോളജിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ വേർഡ് സ്റ്റഡി. ഒന്നാമത്തെ വാക്ക് ഭത്സിക്കരുത്, രണ്ടാമത്തെ വാക്ക് വിശ്വസിക്കണം, മൂന്നാമത്തെ വാക്ക് യാചിക്കണം, നാലാമത്തെ വാക്ക് സംശയിക്കരുത്. ഭത്സിക്കരുത്, വിശ്വസിക്കണം, യാചിക്കണം, സംശയിക്കരുത്. ഈ 4 വാക്കുകളുടെ പഠനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണ് തുറക്കുന്നതാകട്ടെ. വചന ധ്യാനത്തിൽ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 4 വാക്കുകളെ ബൈബിൾ അടിസ്ഥാനത്തിൽ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഭത്സിക്കരുത്, വിശ്വസിക്കണം, യാചിക്കണം, സംശയിക്കരുത്. വചനധ്യാനത്തിൽ ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കട്ടെ. 1, ഭത്സിക്കരുത്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ. ഈ ഭത്സിക്കുക എന്നുള്ള പദത്തിൻ്റെ മൂലപദത്തിൽ നിന്ന് അതിൻ്റെ ശരിയായ അർത്ഥം ഒന്ന് ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ നമുക്കിങ്ങനെ അത് പറയാൻ കഴിയും: അപമാനിക്കരുത്, നിന്ദിക്കരുത്. കുറച്ചുകൂടെ മൂർച്ചയുള്ള ഒരു പദമുണ്ട്: ഉന്മൂലനാശം ചെയ്യരുത്. നിങ്ങളിൽ ഒരുത്തന് അറിവ് കുറഞ്ഞു എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളയരുത്, അവനെ മാറ്റി നിർത്തരുത്, അവനെ നശിപ്പിക്കരുത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഭാഗം പറയുന്നത്? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ യഹോവയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യഹോവയിൽ നിന്ന് മനുഷ്യൻ പ്രാപിക്കുന്നതാണ് ജ്ഞാനം എന്ന് പഴയ നിയമ പഠിപ്പിക്കൽ നാം ഇവിടെ ശ്രദ്ധയോടെ ചിന്തിക്കണം. അതിനെന്താ കുഴപ്പം? അതൊരു പൊളിറ്റിക്സാണ്. യഹോവയിൽ നിന്നാണ് മനുഷ്യന് ജ്ഞാനം വരുന്നതെങ്കിൽ യഹോവയെ ആരാധിക്കുന്ന മനുഷ്യന് മാത്രമേ ജ്ഞാനമുള്ളൂ. പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് യഹൂദൻ മാത്രമല്ല ജീവിക്കുന്നത്. പ്രത്യേകിച്ചും കാലങ്ങൾ കഴിഞ്ഞ് യേശുവിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിലുണ്ടായി, സഭ തുടങ്ങി. പ്രത്യേകിച്ചും ആദിമ സഭയുടെ കാലഘട്ടത്തിൽ ഈ ലേഖനം എഴുതുമ്പോൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് യഹൂദന്മാർ മാത്രമല്ല, വിജാതിയർ പലരുണ്ട്, യവനന്മാരുണ്ട്, മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ മറ്റു വിഭാഗങ്ങളെല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ ജൂയിഷ് പീപ്പിൾ, യഹൂദന്മാർ ഇങ്ങനെ പറയും: ഞങ്ങൾക്ക് ജ്ഞാനം തരുന്ന യഹോവയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് ജ്ഞാനികൾ. മറ്റുള്ളവരെല്ലാം ജ്ഞാനം പ്രാപിപ്പാൻ ശക്തിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ പ്രാപ്തിയില്ലാത്തവരാണ്. അവർക്ക് ജ്ഞാനം ലഭ്യമാകത്തില്ല. ആ ഒരു പഠിപ്പിക്കൽ പ്രബലമായിരിക്കുന്ന സമയത്താണ് എല്ലാവരെയും ഒരുമിച്ചിരുത്തി യഹൂദനെയും യവനനെയും വിജാതീയരെയും എല്ലാവരെയും ഒരുമിച്ചിരുത്തി പറയുന്നത്: നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കരുത്, അപമാനിക്കരുത്, നിന്ദിക്കരുത്, തള്ളിക്കളയരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ അവസ്ഥയും ഇതേ പശ്ചാത്തലമായിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ, ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്ന് എടുത്തു പറയത്തക്ക കാര്യം, ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ടിരുന്നൊരു കാലഘട്ടമുണ്ട്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രർ, അതിൻ്റെ താഴെ ഉപജാതികൾ, ആയിരക്കണക്കിന് ഉപജാതികൾ. അതിൽ വേദം പഠിക്കാൻ വരേണ്യവർഗത്തിന് മാത്രമേ സാധ്യതയുള്ളൂ. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്: താഴ്ന്ന ജാതിയിലുള്ളവർ വേദം കേൾക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, ഒരുപക്ഷെ നിങ്ങളത് അറിഞ്ഞിരിക്കുന്നൊരറിവായിരിക്കാം, അവൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിച്ച് ഇനി അവൻ ജീവിതത്തിൽ ഒന്നും കേൾക്കരുത് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ജാതി വ്യവസ്ഥയിൽ നമുക്കുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ യഹൂദൻ പറയും പോലെ യഹോവയാണ് ഞങ്ങൾക്ക് ജ്ഞാനം തരുന്നത്, ബാക്കി ആർക്കും ജ്ഞാനമില്ല, ജ്ഞാനം കിട്ടാൻ പാടില്ല, അവരെ അപമാനിക്കുക, അവരെ ഉന്മൂലനാശനം ചെയ്യുക. ഈ തത്വങ്ങളിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജാതി വ്യവസ്ഥയിൽ മനുഷ്യനെ മാറ്റി നിർത്തിയ ഒരു കാലഘട്ടമുണ്ട്, ഭത്സിച്ച കാലഘട്ടമുണ്ട്.
വിദേശ ഭരണം വന്നപ്പോഴും ഒരു പരിധിവരെ ജാതി വ്യവസ്ഥ അവർ അതുപോലെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചു. ഇംഗ്ലീഷ് പഠിപ്പിച്ചു. എന്തിനെന്നറിയാമോ? അവരുടെ പ്രയോജനത്തിന് വേണ്ടി. അവിടെയും വേർതിരിവിൻ്റെ അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണും. ഇതിൽ ഏറ്റവും കൂടുതൽ പുറകിലോട്ട് പോയത് സ്ത്രീകളാണ്. സ്ത്രീ പഠിക്കണ്ട എന്ന് വാശി പിടിച്ചൊരു നാടാണ് നമ്മുടെ നാട്. പാലസ്തീൻ നാടും വിഭിന്നമല്ല കേട്ടോ. സ്ത്രീകൾ പഠിക്കാൻ പാടില്ല, അടുക്കളയുടെ 4 ചുവരുകൾക്കകത്ത് നിൽക്കണം എന്ന് വാശി പിടിച്ച നാട്. അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ കഴിയത്തില്ല. അവർ കാര്യങ്ങൾ ഗ്രഹിക്കണമെന്നില്ല. ഈ അടുത്ത സമയത്ത് വാർത്തകളിൽ എന്നെ വളരെ വേദനിപ്പിച്ചൊരു വാർത്തയുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് പഠിക്കാം, 6 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം പാസ്സാക്കാൻ പോവുകയാണ്. അതിനർത്ഥം എന്താ? ഒരു പണ്ഡിതൻ്റെ വാക്ക് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കാതിരുന്നാൽ മതി. സ്ത്രീകൾ അടിമകളായി, പുരുഷൻ്റെ അടിമകളായി തീരണം എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു നാട്ടിൻ്റെ ദയനീയ ചിത്രമാണ് അഫ്ഗാനിസ്ഥാനിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെയാണ് ജ്ഞാനം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ എല്ലാ ജനങ്ങളെയും ഒരുമിച്ചിരുത്തി യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ പറയുന്നത്: നിങ്ങളിൽ ഒരുത്തൻ ജ്ഞാനം കുറവെങ്കിൽ അവനെ ഭത്സിക്കരുത്. അതിനർത്ഥം എന്താ? ഉന്മൂലനാശം ചെയ്യരുത്, അവനെ തകർക്കരുത്. എന്നിട്ട് ഇന്നലെ വരെയും ചിന്തിച്ചിരുന്ന ചിന്തയിൽ നിന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുക. ഇന്നലെ വരെയും അവർ ചിന്തിച്ചിരുന്നത് ദൈവം നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ചിലർക്ക് നൽകുന്നതാണ് ജ്ഞാനം, അറിവ്. അത് ചിലർക്ക് മാത്രം, ചില ജാതിയിലുള്ളവർക്ക് മാത്രം. യഹൂദനെ സംബന്ധിച്ച് ആ യഹൂദന് മാത്രം, വേറെ ആർക്കും ജ്ഞാനമില്ല. ജ്ഞാനം ലഭിക്കത്തില്ല, ദൈവം കൊടുക്കത്തില്ല. ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് യഹൂദന്മാർ. അതൊരു പൊളിറ്റിക്സാണ്, ഒരു രാഷ്ട്രീയമാണ്. ഭാരതത്തെ സംബന്ധിച്ച് ബ്രാഹ്മണന്മാർക്ക് മാത്രം, ജാതികൾക്കോ ഉപജാതികൾക്കോ ഇത് സ്വീകാര്യമല്ല. അവർ ജ്ഞാനം പ്രാപിക്കാൻ പാടില്ല, അറിവ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ അതിർവരമ്പുകളെ തകർക്കുന്നതാണ് യാക്കോബിൻ്റെ ലേഖനം. അതായത് അന്നുവരെയും വരച്ചിരുന്ന ഒരു അതിർവരമ്പ്, യഹൂദന് മാത്രം ജ്ഞാനമെന്ന് പറഞ്ഞിരുന്ന അതിർവരമ്പ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ ചില മക്കൾ സ്വപ്നങ്ങൾ പറയാറുണ്ട്: എനിക്ക് പൈലറ്റ് ആകണം, എനിക്ക് IAS ഉദ്യോഗസ്ഥനാകണം, IPS ആകണം. മാതാപിതാക്കൾ ഒരു ചെറിയ സർക്കിൾ അപ്പോൾ വരയാറുണ്ട്. മക്കളെ, നമ്മളെ കൊണ്ട് അതൊന്നും കഴിയത്തില്ല. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കരുത്. എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചിട്ട് ഒരു ഗവൺമെൻറ് ജോലി വാങ്ങും, മതി. അതിർവരമ്പുകൾ, ഈ അതിർവരമ്പുകളെ ഭേദിക്കുന്നതാണ് ഇന്നത്തെ വചനധ്യാനം. അതിന് നാം ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് അടുത്ത 3 വാക്കുകളിലൂടെ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ധ്യാന അനുഭവം നമുക്കൊരു കരുത്ത് നൽകട്ടെ. വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. വീണ്ടും പ്രാർത്ഥനയോടെ ആ 3 ചിന്തകൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ വിധേയപ്പെടാം. 1, വിശ്വസിക്കണം. ഇന്നലെ വരെയും ദൈവം തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവം നേരിട്ട് കൊടുക്കുന്നതാണ് ജ്ഞാനമെങ്കിൽ, യാക്കോബ് പറയുകയാണ്, വിശ്വസിക്കുന്നവന് ലഭിക്കും യഥാർത്ഥ ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം. വിശ്വാസം എന്നുള്ള പദത്തിന് ഗ്രീക്ക് പദം പിസ്റ്റിസ് എന്നാണ്. അതിനെ ശരിക്കും ഒന്ന് പഠിച്ചു വരുമ്പോൾ കോൺഫിഡൻസ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു ദൃഢതയുണ്ടാകണം. നമ്മെ കൊണ്ട് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മക്കളെ, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇതൊന്നും നമ്മുടെ സാഹചര്യങ്ങൾക്കിണങ്ങിയതല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വചനധ്യാനത്തിലൂടെ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് എനിക്കത് കഴിയും എന്നുള്ള ദൃഢത. ബീഹാറിൽ ദശരഥ് മാഞ്ചി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ഞാനത് വായിച്ചത് ബോബി കട്ടിക്കാടച്ചൻ്റെ പുസ്തകത്തിലാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം ആരെന്നറിയാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പർവ്വത മനുഷ്യനെന്നാണ്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല.
ഈ ദശരഥ് മാഞ്ചിയുടെ ജീവിതം എന്ന് പറയുന്നത് ഗഹലോർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഫാൽഗുനി ദേവി എന്ന് പറയുന്ന ഒരു ഭാര്യ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭാര്യ രോഹിണിയായിരുന്നു. രോഗമുള്ള ഈ സ്ത്രീയെ ശരിക്കും ചികിത്സിക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞില്ല. കഴിയാത്തതിൻ്റെ കാരണം, ഈ മനുഷ്യൻ താമസിക്കുന്ന വീട്ടിന് മുൻപിൽ ഒരു വലിയ പർവ്വതമുണ്ട്. ഈ പർവ്വതം കയറി ഇറങ്ങി വേണം ഈ മനുഷ്യന് തൻ്റെ ഭാര്യയെ ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാൻ. 70 കിലോമീറ്റർ ഉണ്ട് ഈ പർവ്വതം കയറി താഴെ ഇറങ്ങുമ്പോൾ. ഒരു കാരണവശാലും ആ മനുഷ്യന് രോഗാവസ്ഥയിൽ ഈ സ്ത്രീയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫൽഗുനി ദേവി മരണപ്പെട്ടു. ഈ മനുഷ്യൻ ഒരു തീരുമാനമെടുത്തു, എൻ്റെ ഗതി ഇനി ആർക്കും വരരുത്. അദ്ദേഹം എന്നാ ചെയ്തതെന്നറിയാമോ? ഒരു ഉളിയും ഒരു ചുറ്റിയലും കൊണ്ട് ഈ പർവ്വതത്തിന് ഒരു തുരങ്കമിടാൻ തുടങ്ങി. 70 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വമ്പൻ പർവ്വതത്തെ ഒരു മനുഷ്യൻ ശ്രമിക്കുകയാണ് ഉളിയും ചുറ്റിയലും കൊണ്ട്. ഒരുപക്ഷെ ആദ്യത്തെ ഘട്ടങ്ങളിൽ സമൂഹം മുഴുവനും ആ മനുഷ്യനെ പരിഹസിച്ചു. വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. എടാ, നിന്നെ കൊണ്ട് കഴിയത്തില്ല കേട്ടോ, നീ എടുത്താൽ പൊങ്ങുന്ന കാര്യമല്ല നീ എടുത്തിരിക്കുന്നത്. പക്ഷെ ഈ മനുഷ്യനൊരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു, ഒരു ദൃഢതയുണ്ടായിരുന്നു, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. 22 വർഷം, കണക്കുകൾ പറയുന്നത് ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ 22 വർഷത്തെ ആ മനുഷ്യൻ്റെ കഠിന പ്രയത്നം കൊണ്ട് ഒരു മനോഹരമായ തുരങ്കം അദ്ദേഹം സൃഷ്ടിച്ചു. ഇന്ന് വിനോദസഞ്ചാരികൾക്കായി ആ തുരങ്കം തുറന്നിട്ടിരിക്കുകയാണ്. അത്ഭുതം എന്താണെന്നറിയോ? ഈ സ്ഥലത്ത് നിന്ന് മറുസ്ഥലത്തെത്താൻ 70 കിലോമീറ്റർ പർവ്വതത്തിൻ്റെ മുകളിലൂടെ നടന്നെങ്കിൽ ഇന്ന് ജനം 15 കിലോമീറ്റർ താണ്ടി അപ്പുറം ഭാഗം കാണുന്നു. ഇന്നലെ വരെയും ദൈവം നേരിട്ട് ചില വ്യക്തികൾക്ക് മാത്രം കൊടുക്കുന്ന അറിവ് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുകയാണ്, വിശ്വസിക്കുന്നവന് കിട്ടും. കോൺഫിഡൻസ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നമുക്കൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ടായിരിക്കാം. ആ സ്വപ്നങ്ങൾക്ക് തടസ്സമായി നമ്മുടെ വീട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ, ആരും നിൽക്കട്ടെ, മനസ്സിൻ്റെ അകത്തൊരു ദൃഢതയുണ്ടോ? ഉണ്ടെങ്കിൽ നിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും. അതിന് യാതൊരു സംശയമില്ല. അതാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്. അവിടെ ഇരിക്കുന്ന യവനനെ നോക്കിയും മറ്റു വിഭാഗത്തിൽപ്പെട്ടവരെയൊക്കെ നോക്കി യാക്കോബ് പറയുകയാണ്, ഈ ഇരിക്കുന്ന യഹൂദന്മാർ ദൈവം നേരിട്ട് ജ്ഞാനം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലൂടെ നിനക്ക് ജ്ഞാനം ലഭിക്കും. നീ വിശ്വസിക്കണം. ദൃഢത ജീവിതത്തിൻ്റെ ഭാഗമാണ്. 2, യാചിക്കണം. യാചിക്കണം. യാചിക്കണം എന്നുള്ള പദത്തിൻ്റെ മൂലപദം പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ മനോഹരമായ 2 വാക്കുകൾ. ഒന്ന് പെറ്റിഷൻ, അപേക്ഷിക്കണം. അതിനേക്കാളും കുറച്ചുകൂടെ ഹൃദ്യമായ മറ്റൊരു വാക്ക് എനിക്ക് കിട്ടി, ഡിമാൻഡ് ചെയ്യണം. എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് എന്ന് പറയുന്ന പദത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന മനോഹരമായ ഒരു നിർവചനം, ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള സന്നദ്ധതയും കഴിവുമാണ് ഡിമാൻഡ്. അപ്പോൾ എങ്ങനെ ഞാൻ ഈ വിദ്യാഭ്യാസത്തെ കാണണം എന്ന് യാക്കോബ് വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ്. യാചിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു നിശ്ചിത സമയത്തിൻ്റെ അകത്ത് ഒരു പ്രോഡക്റ്റ് എനിക്ക് വാങ്ങാനുള്ള സന്നദ്ധതയുണ്ടാകണം. മറ്റൊന്ന് എബിലിറ്റി, എനിക്കൊരു കഴിവും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഒരു ഉറച്ച തീരുമാനമായിരിക്കണം. വിജാതീയരെ മുഖത്ത് നോക്കി പറയുകയാണ്, എടാ നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ ഡിമാൻഡ് ചെയ്യും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റാണ്, എപ്പോഴെങ്കിലും വാങ്ങാനുള്ളതല്ല. ഞാൻ ശരിക്കും അതിൽ പശ്ചാത്തപിക്കുകയാണ് കേട്ടോ. പഠിക്കാൻ കിട്ടിയ സാഹചര്യങ്ങളിൽ ശരിയായി പഠിക്കാത്ത ഒരാളാണ് ഞാൻ. ഈ കാലഘട്ടത്തിൽ അറിയാനുള്ള ആഗ്രഹം ധാരാളമായി എനിക്കുണ്ട്. പ്രാർത്ഥനയോടെ പറയട്ടെ,
ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ, ആ സമയം, ആ പീരീഡ് ഞാനും നിങ്ങൾ നിശ്ചയിച്ചിരിക്കണം. നിശ്ചയിച്ചിട്ട് ആ പ്രോഡക്റ്റ്, വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അറിവ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അത് വാങ്ങാനുള്ള സന്നദ്ധത, എബിലിറ്റി എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. ഈ ലോകത്ത് അറിയപ്പെടുന്ന മനുഷ്യരായി തീർന്ന ആരും മുൻപിൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടല്ല. ഭാരതത്തിൽ എടുത്തു പറയാൻ കഴിയുന്നൊരു വ്യക്തിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം, അബ്ദുൽ കലാം. എടുത്തു പറയാൻ കഴിയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാവെന്ന് പറയുന്നത് ഹൗസ് വൈഫാണ്, വീട്ടിലാണ്, വീട്ടമ്മയാണ്. അപ്പനെന്ന് പറയുന്നത് ഒരു മതപണ്ഡിതനാണ്. മതപണ്ഡിതനായ ഒരപ്പനും ഒരമ്മയും, അവരുടെ സാഹചര്യം ഞാനിനി വിവരിക്കണ്ടല്ലോ. ശുശ്രൂഷകരായ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ നമുക്കറിയാം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അബ്ദുൽ കലാം. പക്ഷേ ദാരിദ്ര്യമുണ്ട്. ശരിക്കും പുസ്തകങ്ങളൊന്നും വാങ്ങാനുള്ള സാഹചര്യങ്ങളില്ല. പലപ്പോഴും കടമെടുത്ത് പഠിക്കുന്നൊരു സ്വഭാവമുണ്ട്. മറ്റുള്ളവരെ ആശ്രയിച്ച് പഠിക്കുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ഒരു നിശ്ചിത പീരീഡിനകത്ത് താൻ വാങ്ങും, ആ പ്രോഡക്റ്റ് വാങ്ങും എന്നുള്ള ദൃഢനിശ്ചയമാണ് അദ്ദേഹത്തെ ഉന്നമനത്തിൽ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഈ കാലഘട്ടം മറ്റൊരു കാലഘട്ടമാണ്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അഭിമുഖീകരിച്ചത് ദാരിദ്ര്യമാണ്, പരിമിതിയാണ്, പ്രശ്നങ്ങളാണെങ്കിൽ ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന് ആഡംബര ജീവിതമാണ്. ആഡംബര ജീവിതം മനുഷ്യനെ ഉന്മൂലനാശനം ചെയ്യുന്നു. ഒരു സമയത്ത് ദാരിദ്ര്യം അവനെ മുന്നോട്ട് വിടാൻ സഹായിക്കുന്നില്ല എങ്കിൽ ഇന്ന് ആഡംബരമായ ജീവിതങ്ങൾ, ഞാൻ വിവരിക്കണ്ടല്ലോ. വാഹനത്തിന് വാഹനം, ഏത് സ്ഥലത്ത് എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരാമെന്നുള്ള സാധ്യതകൾ, ഭക്ഷണം നമുക്ക് ആവശ്യത്തിലധികം നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, വസ്ത്രം. അപ്പോൾ ഇങ്ങനെ ആഡംബര അനുഭവങ്ങൾ നമുക്കുണ്ടായപ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമായി നിൽക്കുകയാണ്. അന്ന് ദാരിദ്ര്യമാണെങ്കിൽ ഇന്ന് ആഡംബരം. മറ്റൊന്ന് സാങ്കേതിക വിദ്യകൾ. അന്ന് അറിവ് സമ്പാദിക്കാൻ എന്തുമാത്രം കഠിന പ്രയത്നം ചെയ്യുമെന്നറിയോ? ഉദാഹരണത്തിന് ഇംഗ്ലീഷിൻ്റെ ഒരു അർത്ഥം അറിയണം, ഇംഗ്ലീഷ് ഒരു വാക്കിൻ്റെ അർത്ഥം അറിയണം. ഡിക്ഷണറി എടുത്ത് അത് മറിച്ച് ആ അർത്ഥം എവിടെ കിടക്കുന്നു എന്ന് കണ്ടെത്തി, എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു 2-3 മിനിറ്റ് സമയം ഡിക്ഷണറി മുൻപിലുണ്ടെങ്കിൽ അത്രയും സമയം എടുത്താൽ മാത്രമേ ആ ഒരു വാക്കിൻ്റെ അർത്ഥം കണ്ടെത്താൻ കഴിയൂ. ഇന്നങ്ങനെയല്ലല്ലോ. ഒരു വാക്ക് നമുക്കറിയണമെങ്കിൽ അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും അത് വായിക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, അത് തന്നെ പറഞ്ഞു തരും. സാങ്കേതിക വിദ്യകൾ വളർന്നപ്പോൾ അത് നമുക്കൊരു തടസ്സമായി തന്നെയാണ് പലപ്പോഴും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയും സ്വാർത്ഥത. നേട്ടം മാത്രം പ്രതീക്ഷിക്കുന്ന മനുഷ്യൻ ഇന്ന് നേട്ടത്തിലൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ന് ദാരിദ്ര്യവും പരിമിതിയുമാണെങ്കിൽ ഇന്ന് ആഡംബരവും സ്വാർത്ഥതയും സാങ്കേതിക വിദ്യകളും കൊണ്ട് മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഒരു മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മളറിയാതെ നമ്മെ കാർന്ന് തിന്നാൻ മൊബൈൽ ഓക്കെയാണ്. ഫേസ്ബുക്ക്, നമുക്ക് നമ്മെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനടക്കം പറയുകയാണ്, നമുക്ക് നമ്മെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ ഞാനും നിങ്ങളും പുറകിലോട്ടാണ് വരുന്നതെന്നുള്ള യാഥാർത്ഥ്യം പ്രാർത്ഥനയോടെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ നിമിഷം ഞാൻ പറയട്ടെ, യാചിക്കണം, ഒന്ന് വിശ്വസിക്കണം. ദൃഢത. കഴിയത്തില്ല എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട്, അത് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോലെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മയിരിക്കട്ടെ, ദശരഥ് മാഞ്ചി അതുപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. 2, യാചിക്കണം. യാചിക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്ന് മുട്ടിമേലിരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥന അത്യാവശ്യമാണ്. പ്രെയർ ഈസ് കീ, മാസ്റ്റർ കീ ആണ്. ഓക്കെ, ബട്ട് പ്രാർത്ഥന പോലെ തന്നെ ഒരു നിശ്ചിത സമയത്തിൻ്റെ അകത്ത് ഇത് ഞാൻ നേടും എന്നുള്ള ഒരു വാശി. ആസ്ക് എന്ന് പറയുന്ന പദത്തിൻ്റെ ഗ്രീക്കിന് ഡിമാൻഡ് എന്ന് പറയുന്നൊരു അർത്ഥം കൂടെയുണ്ട് എന്ന് നാം ഓർമ്മിക്കുക. അത് നേടാൻ നമുക്ക് കഴിയും. നമ്മുടെ എല്ലാ പരിമിതികളെയും സമ്പന്നതയും മറികടന്ന് അതൊന്നും നമുക്ക് തടസ്സമാകരുത്, നാം നേടിയിരിക്കണം. കാരണം അലൻ ബ്ലോം എന്ന് പറയുന്നൊരു മനുഷ്യൻ പറയുന്നത്, എഡ്യൂക്കേഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഫ്രം
ഡാർക്ക്നെസ് ടു ലൈറ്റ്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോഡക്റ്റ്. അത് വാങ്ങണം. അത് വാങ്ങാൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഒന്ന് വിശ്വസിക്കണം. പലരും ഫലസിച്ചെറിഞ്ഞവരാ നമ്മൾ. നാമെന്ന് പറയുന്ന മനുഷ്യനെ ഒരു സമയത്ത് വിദ്യാഭ്യാസം എൻ്റെ അവകാശമല്ല, എനിക്ക് പഠിക്കാൻ പോലും പാടില്ല, വേദം കേൾക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പൂർവികർ വിശ്വസിച്ചു, നമ്മുടെ പൂർവികർ യാചിച്ചു. അതുകൊണ്ട് ഇന്ന് നാം ഈ ഒരു പൊസിഷനിലെത്തി എന്നുള്ളതാണ് സാരം. മൂന്നാമത്തെ ചിന്ത കുറച്ചുകൂടെ ശക്തമാണ്. സംശയിക്കരുത്. സംശയിക്കരുത്. ഈ സംശയിക്കരുതെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. രണ്ടും അതിര് കവിഞ്ഞാൽ അപകടമാണ്. ഒരളവിനാണെങ്കിൽ ഓക്കെ. ഒന്ന് പോസിറ്റീവ് ചിന്ത, എനിക്ക് മാത്രമേ കഴിയൂ, ഞാൻ മാത്രമേ ഇതിൽ ചെയ്യൂ, എനിക്കെല്ലാം അറിയാം. പോസിറ്റീവ്. നെഗറ്റീവ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നും ആകത്തില്ല. ഇത് രണ്ടും ഒരു പരിധി വരെ വേണം, പക്ഷേ അതിര് കടന്നാവരുത്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു ഗ്ലാസ്, നമ്മുടെ എല്ലാ ഭവനങ്ങളിലുള്ളതാണ് ഗ്ലാസ്, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഗ്ലാസ്. ഗ്ലാസ് ഒഴിഞ്ഞിരുന്നാൽ മാത്രമേ അത് നിറച്ച് ജലം ശേഖരിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ നിറഞ്ഞിരിക്കുന്ന ഗ്ലാസ്സിൽ ഒരു തുള്ളി വെള്ളം പോലും പിന്നെ നിക്ഷേപിക്കാൻ കഴിയത്തില്ല. നാം എംപ്റ്റി ആയിരിക്കണം. വിശ്വസിക്കണം, യാചിക്കണം, സംശയിക്കരുത്. പലരുടെയും ഹൃദയത്തിൻ്റെ അകത്ത് നെഗറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചിന്തകളും കൊണ്ട് ഫില്ലായിരിക്കുകയാണ്. അപ്പം ഫില്ലായിരിക്കുന്ന സ്ഥലത്ത് ഇനി ഒന്നും ആർക്കും നിക്ഷേപിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, സംശയിക്കരുത്. ദൈവാശ്രയത്തോടെ എംപ്റ്റി ആകാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമോ? മനോഹരമായ ഒരു ചൈനീസ് പഴഞ്ചൊല്ലുണ്ട്. അതിങ്ങനെയാണ്: ഒരു മനുഷ്യന് ഒരു മീൻ കൊടുത്തെന്നിരിക്കട്ടെ, അത് അവൻ്റെ ഒരു നേരത്തെ ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണമാണ്. ഒരു മനുഷ്യനെ മീന് പിടിക്കുന്നത് പഠിപ്പിക്കാൻ ശ്രമിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ പഠിച്ചെന്നിരിക്കട്ടെ, അതവൻ്റെ ജീവിതകാലം മുഴുവനുമുള്ള ആഹാരമാണ്. പലപ്പോഴും ഇന്നത്തെ ആഹാരം, ഇപ്പോഴത്തെ ആഹാരം, ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അറിവിനത്ര പ്രാധാന്യം കൊടുക്കാത്തത്, ജീവിത അനുഭവങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കാത്തത്. ഒരു പക്ഷേ ചോദിക്കണം, ഞാൻ എന്തിന് എന്നെ തന്നെ ഒഴിച്ചിടണം? നിനക്ക് ജീവിതകാലം മുഴുവനും ആഹാരം വേണമെങ്കിൽ, വിശന്നിരിക്കുന്നവൻ ആഹാരം കൊടുക്കണമെങ്കിൽ നീ മീന് പിടിക്കാൻ പഠിക്കണം. അല്ലാതെ ഒരു മീന് കിട്ടി ഒരു ദിവസം ഭക്ഷിച്ചു, നാളെയും ആരുടെയെങ്കിലും മുൻപിൽ കൈ നീട്ടി മീന് വാങ്ങാം എന്നുള്ള ഗതികേട് ഈ സമ്പന്നതയുടെ അനുഭവത്തിൽ എനിക്ക് നിനക്ക് ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് 1-ാം അധ്യായം 5-6 വാക്യങ്ങളിലൂടെ ഒരു വലിയ പൊളിച്ചെടുത്താണ് അവിടെ നടത്തുന്നത്. ഇന്നലെ വരെയും യഹൂദൻ അവൻ്റേത് മാത്രമെന്ന് വിചാരിച്ചിരുന്ന അറിവ്, ജ്ഞാനം ക്രിസ്തീയ സമൂഹത്തെ നോക്കി പറയുകയാണ്, യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു. പക്ഷെ അതിന് നാം ചെയ്യേണ്ട 3 കാര്യങ്ങൾ: 1 വിശ്വസിക്കണം, 2 യാചിക്കണം, 3 സംശയിക്കരുത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കോൺഫിഡൻറ്റ്. എപ്പോഴും ഒന്ന് ഹൃദയത്തിൽ ആ ദശരഥ് മാഞ്ചിയെ ഒന്ന് കണ്ടേ. ഒരു ഉളിയും ഒരു ചുറ്റിലും കൊണ്ട് 70 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പർവ്വതത്തെ 15 കിലോമീറ്റർ ആക്കി കുറച്ച ദശരഥ് മാഞ്ചി. 2 യാചിക്കണം. യാചിക്കണമെന്ന് പറഞ്ഞാൽ ദയനീയതയല്ല, ഡിമാൻഡ്. ഒരു നിശ്ചിത സമയത്തിൻ്റെ അകത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള സന്നദ്ധത, കഴിവ്, യാചിക്കണം. അബ്ദുൽ കലാം നമ്മുടെ മുൻപിലുണ്ട്. സംശയിക്കരുത്. പോസിറ്റീവും നെഗറ്റീവും ചിന്തകളെ കൊണ്ട് ഈ ഒരു ആയുസ് മുഴുവൻ ഇങ്ങനെ ചിന്തിച്ച് 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 സംശയിച്ച് ഒന്ന് ഒഴിച്ചിട്. എംപ്റ്റി ആയാൽ നിറച്ചാൽ പ്രയോജനം ഇതാണ്: മീന് പിടിക്കുന്നവരായിട്ട് മാറാം. മീന് പിടിച്ചാൽ ജീവിതകാലം മുഴുവനും ഭക്ഷണം നമുക്കുണ്ട്. ഭക്ഷണം ഉണ്ടെന്ന് മാത്രമല്ല, നമുക്ക് അനേകം പേർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ കഴിയും.
വിദ്യാഭ്യാസ അനുഭവം നമ്മെ അതിലേക്ക് വേണ്ടി ഒരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എനിക്ക് തോന്നുന്നു ഏറ്റവും നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസം. അത് ശരിയായി പ്രയോജനപ്പെടുത്താം. അറിവ് സമ്പാദിക്കാം, പറ്റുന്നിടത്തോളം അറിവ് സമ്പാദിക്കാം. അത് വിദ്യാർത്ഥികൾക്ക് മാത്രം എന്ന് പറഞ്ഞ് ഒരു പ്രായപരിധിയൊന്നും വെക്കേണ്ട കേട്ടോ. മരണം വരെയും നമുക്ക് വിദ്യാഭ്യാസം ആർജിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ. പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. ഈ വർഷത്തിൻ്റെ ഒടുവിൽ വൻ വിജയങ്ങൾ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നിരത്തുന്നു. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ.